ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ ഗുണവും ദോഷവും എന്താണെന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാലും ഞാൻ ആ മനുഷ്യൻ്റെ ഗുണവും പറയും ദോഷവും പറയും. എന്നാൽ ആ രാഷ്ട്രീയക്കാരന് ഇഷ്ടമില്ലാത്തവർ സന്തോഷ് ജോർജ് കുളങ്ങര അയാളെ നിശ്ചിതമായി വിമർശിക്കുന്നു പറഞ്ഞാൽ ഞാൻ ദോഷം മാത്രം എടുത്തു കൊടുക്കും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് മാത്രം പറയും. അപ്പോൾ കുറേ ആളുകൾ തെറ്റിദ്ധരിക്കും ഞാൻ ആ മനുഷ്യനെ നാടൻ ഭാഷയിൽ എന്താ പറയുന്നത് ഞാൻ പറയുന്നില്ല, എന്തോ ചെയ്തു എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് കമൻറ്റ് വരിക. പക്ഷെ ഞാനെപ്പോഴും പറയുക, എനിക്ക് രാഷ്ട്രീയമായി എല്ലാവരെക്കുറിച്ചും കൃത്യമായ എൻ്റേതായൊരു ധാരണയുണ്ട്. അതിൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു വ്യക്തിയും തിന്മ മാത്രമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഏത് വ്യക്തിയും രാഷ്ട്രീയക്കാരനാവട്ടെ കലാകാരനാവട്ടെ അവനും നന്മയും ചെയ്തിട്ടുണ്ടാവാം. ആ നന്മയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം പൊതുസമൂഹത്തിലില്ല. നമുക്ക് കേൾക്കേണ്ടത് ഒരാൾ പ്രശ്നക്കാരനാണ് കുറ്റക്കാരനാണെന്നുള്ള വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഒരാൾ വിജയിച്ചു എന്ന കഥ കേൾക്കുന്നതിനേക്കാൾ അവൻ പൊട്ടി എന്ന് കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതാണ് കേൾക്കാൻ ഇഷ്ടം? കൊച്ചിയിൽ 50 നിലയുള്ള ഒരു കെട്ടിടം പണി പൂർത്തിയായി എന്ന വാർത്ത കേൾക്കാനാണോ ഇഷ്ടം? ആ 50 നില കെട്ടിടം ഇതാ നാളത്തെ കഴിഞ്ഞ് ഇടിച്ചു പൊളിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നതാണോ നമുക്കിഷ്ടം? 50 നില കെട്ടിടം ഉദ്ഘാടനം കാണാൻ നമ്മൾ പോവില്ല, പക്ഷെ ഇടിച്ചു പൊളിക്കുന്നത് കാണാൻ നമ്മളവിടെ തിക്കി തിരക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നതിൽ തന്നെ അതിനകത്ത് നിന്ന് ഏറ്റവും നെഗറ്റീവായ ഒരു സാധനത്തെ എടുത്തിട്ട് ഷെയർ ചെയ്താലേ ആളുകൾ കാണൂ എന്നൊരു ചിന്ത പല ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ കഷ്ണങ്ങളാക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് ഉത്തരവാദിത്തമുള്ള കാര്യമല്ല. ഞാൻ എന്ത് പറഞ്ഞു എന്നറിയണമെങ്കിൽ ആ അഭിമുഖത്തിന് മുഴുവൻ രൂപ അവിടെ കിടപ്പുണ്ട്. ആ മുഴുവൻ രൂപം കണ്ട ആളുകൾ ഈയിടെ ഏതോ ഒരാടത്ത് ഒരു അഭിമുഖകാരിയുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അവരെന്തോ ഒരു കുസൃതി ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു. അതിന് ഞാനൊരു കുസൃതി മറുപടിയും കൊടുത്തു. ആ ഭാഷണം മാത്രം എടുത്തിട്ടിട്ട് ആ ചോദ്യക്കാരിയെ ഞാൻ തകർത്ത് തരിപ്പണമാക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടു, എന്നാലും ആ ചോദ്യക്കാരോട് ചോദിച്ചത് മോശമായിപ്പോയെന്ന്. ആ പറഞ്ഞ മൂഡ് അല്ലെങ്കിൽ അവർ ചോദിച്ച ആ കുസൃതി ചോദ്യത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് അവിടെ ഇരുന്ന ആളുകൾക്കും അതിന് മുഴുവൻ ഇന്റർവ്യൂ കണ്ടവർക്കും മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഈ ചെറിയ കഷ്ണം കണ്ട് നിഗമനത്തിലെത്തുന്ന ഒരു അല്പബുദ്ധിക്കാരായി നമ്മുടെ പ്രേക്ഷകർ മാറരുതെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്.